കൊല്ലത്ത് കുന്നേക്കോട് നിന്ന് കാണാതായ 13-കാരിയെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയിരിക്കുന്നു. കുട്ടി തന്നെ ഒരു ഫോണിൽ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, സന്തോഷ വാർത്ത, ആശ്വാസകരമായ വാർത്ത. എങ്ങനെയാണ് ഈ കുട്ടി വിളിച്ചത്? പേടിച്ചിട്ടുണ്ടാവും അല്ലേ? ഡോക്ടർ അരുൺകുമാർ, സന്തോഷം, ആശ്വാസം എല്ലാം തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ചാണ് പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു കുടുംബത്തിൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. കുട്ടി ഒപ്പമുണ്ടായിരുന്ന കുടുംബത്തോടും പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതാണെന്ന് പറയുകയും ആ കുടുംബം ഇവരുമായി ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്ത് കുട്ടി ഇപ്പോൾ സേഫാണ്. തിരൂർ പോലീസ് സ്റ്റേഷനിൻ്റെ തിരൂർ റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ കുട്ടിയുണ്ട്. ഇപ്പോൾ കുട്ടി വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ അവർ രാവിലെ സ്റ്റേഷനിൽ പിന്നെ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർ ക്ലാസ്സിന് പോകാനായിട്ട് വന്നത്. അപ്പോൾ അവരുടെ നിന്ന് ഫോൺ മേടിച്ചിട്ടാണ് ഈ കുട്ടി വിളിക്കുന്നത്. അതിൻ്റെ ഉപ്പാടെ ഫോണിലാണ് വിളിച്ചത്, അതായത് ഫാദറിൻ്റെ ഫോണിൽ. അങ്ങനെ ഞാൻ മേടിച്ചു, സംസാരിച്ചു. അപ്പം അവരുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. പുള്ളി സേഫാണ്. അപ്പം പുള്ളിക്കാലത്ത് ഈ അടിച്ച ഒരു മനോവിഷമത്തിൽ ഒന്ന് ഭയപ്പെടുത്താനും കൂടെ ചെയ്തെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു, മോളെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ ഫോൺ അവിടെ കൊടുക്ക്. അങ്ങനെ സംസാരിച്ചു. അവരുടെ കയ്യിൽ സേഫാണ്. നിലവിൽ കുട്ടി ഇപ്പം നമ്മൾ CSRുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ കുട്ടി പോലീസുകാർ ബന്ധപ്പെട്ട് ചെന്നു. കുട്ടി സേഫാണ്. അതിലുപരി പറയാനുള്ളത്, ഇന്നലെ മുതൽ നമ്മൾ ഇത്രയും മനോവിഷമം, കാരണം കുട്ടിയുടെ കയ്യിൽ ഫോണില്ല, പുറത്തങ്ങനെ പോയിട്ടില്ല, നമ്മളെങ്ങും എത്താത്തൊരവസ്ഥയിൽ നിന്നപ്പോൾ മാധ്യമങ്ങളായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, നമ്മളെ ഇത്രത്തോനെ നമ്മളെ സഹായിച്ചിട്ട് എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾ, പിന്നെ ചാനലുകാർ, പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുന്ന് മന്ത്രി ഗണേഷ് കുമാർ സാറ്, ചാമക്കാല സാറ്, എല്ലാവരും എല്ലാ അർത്ഥത്തിലും. പിന്നെ ഇതിനകത്ത് ആരൊക്കെ നമുക്ക് ഉപകാരമായിട്ട് നിൽക്കാവോ അവരെല്ലാം നിന്നിട്ടുണ്ട്. കാരണം 13 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നുള്ളൊരിതിൽ ചാനലുകാർ ചെയ്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ, കാരണം ഇത്രത്തോന്നെ, അതായത് കേരളം ഒട്ടുക്കും സെക്കൻഡുകൾക്കകം അങ്ങനെ ഒരു ഇതിൽ. പക്ഷേ എങ്കിൽ പോലും ഭക്ഷണം കഴിച്ച അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അന്നേരം കരഞ്ഞുകൊണ്ട് തന്നെ അത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവരെ ഏർപ്പെടുത്തി, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഫുഡ് മേടിച്ച് കൊടുക്കാം. ഫുഡ് മേടിച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ സ്റ്റേഷനിൽ കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോകും. നിലവിൽ ഇപ്പോൾ ഞങ്ങൾ CSR വരും, ഉടനെ തന്നെ ഞങ്ങൾ തിരിക്കുക. എന്നാൽ പിന്നെ അങ്ങോട്ട് അങ്ങനെ ആവട്ടെ. എന്തായാലും സന്തോഷമായില്ലല്ലോ? വളരെ സന്തോഷം. ഇത്രയും പേര് മെനക്കടിയും അത് രാത്രി മൊത്തം ഞങ്ങൾ ഉറക്കമുളച്ച് ഇതിൻ്റെ പിന്നിലായിരുന്നു. അതുപോലെ ചാനലുകാരാണ് ഏറ്റവും വലിയ ഒരു ഉപകാരം ചെയ്ത്. റിപ്പോർട്ടായാലും ശരി, 24 ആയാലും കൈരളി ആയാലും അവർക്ക് അഭിവാദ്യം പറയും. ധർമ്മം കൂടിയല്ലേ, ഞങ്ങളുടെ ജോലിയും കൂടിയല്ലേ? തീർച്ചയായിട്ടും. അല്ല, നിങ്ങളെ ജോലി ആണെങ്കിലും നിങ്ങൾ അത്രത്തോളം തിരൂരിലേക്ക് തിരിക്കും. ഡോക്ടർ അരുൺകുമാർ, എന്തായാലും തിരൂരേക്ക് ഇവർ ആ കുടുംബം പോവുകയാണ്. ഉടൻ തന്നെ കുന്നിക്കോട് പോലീസും അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ വീട് വലിയ സന്തോഷത്തിലാണ്. ഇന്നലെ അടക്കം വലിയ സങ്കടത്തിലുണ്ടായ ഒരു വീടായിരുന്നു. കുട്ടിയെ കാണാതായപ്പോൾ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടി ഫോണൊന്നും ഉപയോഗിക്കാതെയായിരുന്നു പോയത്. കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പെൺകുട്ടി തന്നെ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 3 വിദ്യാർത്ഥികളെടുത്ത താൻ ഇങ്ങനെ പോകുന്നതാണെന്ന് പറയുകയും അവർ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ഭക്ഷണം അടക്കപ്പോൾ കഴിച്ചു. റെയിൽവേ പോലീസിൻ്റെ കീഴിൽ കുട്ടി സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബന്ധുക്കൾ അവിടെ എത്തി നടപടികൾക്ക് ശേഷം കുട്ടിയെ വീണ്ടും ഇപ്പോൾ ഈ കൊല്ലത്തെ കുന്നിക്കോട്ടെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഡോക്ടർ അരുൺകുമാർ. ഏറെ സന്തോഷകരവും അതിനേക്കാളേറെ ആശ്വാസകരവുമായൊരു വാർത്തയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. കൊല്ലത്ത് കുന്നിക്കോട് നിന്ന് കാണാതായ 13 വയസ്സുകാരി ഫാത്തിമയെ തിരികെ കിട്ടിയിരിക്കുന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു ഫോണിൽ കുട്ടി വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു.